അങ്ങനെ ഞാൻ അത് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതാ ചോറും പിന്നെ രാവിലെ ഞാൻ ഉണക്കൽ പൊരിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പൊടിൻ്റെ പോലത്തെ ഒരു മാന്തളായിരുന്നു കേട്ടോ. അതാണ് അങ്ങനെ. അപ്പോൾ ഞാനത് കുറച്ച് വറുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വറുത്തതും പിന്നെ അതാ ഉണക്കൽ കറിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ചോറ് കഴിക്കുകയാണ്. പിന്നെ അതാ നമ്മുടെ അച്ചാറും ഉണ്ടായിരുന്നു. അച്ചാറില്ലാത്ത പരിപാടി ഇപ്പം ഇല്ലട്ടോക്ക്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ചോറ് കഴിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് കിടന്നിട്ടുണ്ടായിരുന്നു. വൈകുന്നേരമൊക്കെ ആയപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല, ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാ ചായ വെക്കുകയാണ്. കുട്ടികൾക്ക് പിന്നെ ആദ്യം ഞാൻ ചായ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്തോ എനിക്ക് ചായ കുടിക്കാനുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്താ ചായ ഇറക്കി വെച്ചിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാതെ തന്നെ വേഗം മീൻ വറുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഉണക്കൽ വറുത്തിട്ടുണ്ടായിരുന്നു. ആ ചട്ടിയിൽ തന്നെ ഞാനിതാ കുറച്ച് മത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് രാത്രിക്കൊക്കെ വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ വറുത്തതാണ്. അതവിടെ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ വേഗത ചായ അടിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. ബിസ്ക്കറ്റ് കൂട്ടിയിട്ടാണ് കഴിക്കുന്നുണ്ടായിരുന്നത്. ഒരു ബിസ്ക്കറ്റൊക്കെ തന്നെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ബിസ്ക്കറ്റ് വല്ലാതെ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒരെണ്ണം കഴിച്ചപ്പോൾ തന്നെ പിന്നെ എനിക്ക് വേണമെന്നുണ്ടായിരുന്നില്ല. ചായ അങ്ങനെ ചൂട്ട് കൊടുക്കാനും കുടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.